എടാ ഷിബു കംപ്ലീറ്റ് പ്രശ്നമാടാ. ആ ഫൈസലിനെ ആ തിരുമേനിയെ കണക്ട് ചെയ്തിട്ടാ. എടാ ഏത് തിരുമേനിയെയും ഒറ്റ നോട്ടത്തിൽ വീഴ്ത്താൻ ഈ പടിഞ്ഞാറേ പുഴയിൽ ഷിബുവിന് അറിയാം. നടക്ക. അതെ, ഈ നമ്പൂതിരിമാരായിട്ട് ഡീൽ ചെയ്യാൻ ഹിന്ദുക്കൾ കാണിച്ചു തരാം എങ്ങനെ വേണമെന്ന്. ബെന്നി ജോസഫ് ഇവിടെ നിന്നാ. ഓ മഹാദേവ. തിരുവിതാംകൂറിൽ നിന്നും കൊച്ചിയിലെത്തിയ 2 ഭിക്ഷാന്തേഹികൾ ഇന്ന് കാലത്തെ എത്തുമെന്ന് തിരുമേനി മുൻകൂട്ടി പ്രവചിച്ചിരുന്നു. തിരുമേനി ഉണ്ടോ? വെള്ളിയാഴ്ചയല്ലേ? തിരുമേനി ഇന്ന് ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം മാറ്റി വെച്ചിരിക്കുന്ന ദിവസമാണ്. വിശ്രമിച്ചോളൂ. ഇപ്പൊ അവിടെ അറിഞ്ഞു കാണും. ദിവ്യദൃഷ്ടി അതിശയായിരിക്കണു. അതല്ല, CCTV കണ്ടു കാണും. ഉണ്ണിക്ക് നല്ല ക്ഷീണം കാണും, ഇരിക്കുക. വന്നോളൂ. ഗണപതി ശുമരോ വിയ്യൂരിൽ 2012 ജനുവരി മാസം വാറ്റ് കേസായിരുന്നു അല്ലേ? അയ്യോ തിരുമേനി, അത് ഞാനല്ല, എന്റെ അമ്മാവനായിരുന്നു. ചോദിക്കണ്ടായിരുന്നു. എന്തിനാ മകനെ ഈ അനാവശ്യമായി സ്ട്രെസ്സൊക്കെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത്? തിരുമേനി, എന്റെ കല്യാണം നടക്കുന്നില്ല. ജാതകത്തിലാണെങ്കിൽ അതൊരു റിലാക്സേഷൻ അല്ലേ മകനെ? എന്താണ് ചുമ്മാ പരിപാടി? എന്താ മോനെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ വന്നപ്പോ ഒരു ശ്രദ്ധിക്കുമായിരുന്നു. തിരുവനെ കണ്ട ഒട്ടും പ്രായം പറയില്ല, നമ്മുടെ മനസ്സിലുള്ള ആളെയല്ലേ, വെരി യങ്. ഓ അതെ, ഞാൻ എന്റെ നല്ല പ്രായത്തിൽ വേളി കഴിച്ചിരുന്നെങ്കിലേ എന്നെ പോലെ 2 കുട്ടികൾ നിങ്ങൾക്കുണ്ടായേനെ. എന്ത് ചെയ്യാൻ, കാരണവന്മാർ ചെയ്ത പുണ്യം. ഓൾ ബ്രിട്ടേഴ്സ് ആർ നോട്ട് ജനറ്റിക്സ് എന്നാണല്ലോ. ഞങ്ങൾ ആക്ച്വലി വന്നത് ഫൈസൽ. അറിയാം, ജാമി എല്ലാം അറിയുന്നുണ്ട് കേട്ടോ, ഒന്നും ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. അല്ല, അന്ന് അത് കാരണം ഞങ്ങൾക്ക് പിന്നെ പോലീസിന്റെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. ഒരു പ്രശ്നം സ്വാമി വിളിച്ചു പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും. അതിന് നേരിട്ട് കണ്ടൊരു നന്ദി പറയാനാ ഞങ്ങൾ ഇന്ന് വന്നത്. നന്ദി വാക്കുകളായിട്ടാണ് തരാൻ ഉദ്ദേശിച്ചതല്ലേ? അങ്ങനെ സ്വാമിക്കൊന്നും വേണ്ട കേട്ടോ, സ്വാമി വെറുതെ ചോദിച്ചല്ലേ. മക്കൾക്കറിയോ, അങ്ങ് ഡൽഹി മുതൽ ഇങ്ങ് സ്വാമിനാഥാ, ആ ഹിമാലയത്തിൽ റൈഡിന് പോയ പിള്ളേര് റിട്ടേൺ ചെയ്തിട്ടുണ്ടെന്ന് മേലെ അയച്ചിട്ടുണ്ട്. പ്രസാദം കൊണ്ടുവരുമ്പോ സൂക്ഷിച്ചു കൊണ്ടുവെക്കണം കേട്ടോ. കേട്ടോ? നമ്മൾ എവിടെയാ പറഞ്ഞു നിർത്തിയത്? ഹിമാലയ. അത് സ്വാമിനാഥനോട്. നമ്മൾ തമ്മിൽ എന്താ പറഞ്ഞു നിർത്തിയത്? ന്യൂഡൽഹി. അങ്ങ് ന്യൂഡൽഹി മുതൽ ഇങ്ങ് കേരളം വരെയുള്ള ഏത് പോലീസ് സ്റ്റേഷൻ ആയിക്കോട്ടെ, ഏത് സർക്കാർ ഓഫീസ് ആയിക്കോട്ടെ, സ്വാമിക്ക് ഇതാ 10 സെക്കൻഡ് മതി കാര്യം നടക്കാൻ. പിന്നെ പുറത്തേക്ക് പോകുമ്പോ ഒരു 2-3 മണിക്കൂർ ലാഗ് വരും, അത്രയേ ഉള്ളൂ. ജെറ്റ് ലാഗ്. ജെറ്റ് ലാഗ്. നമ്മുടെ ഫൈസലൊക്കെ സുഖമായിരിക്കുന്നു മക്കളെ. എനിക്ക് അവനോട് ഭയങ്കര വാത്സല്യാണ്. അവൻ എന്തെങ്കിലും സഹായമൊക്കെ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. പക്ഷെ അവനൊന്നും സമ്മതിക്കണ്ടേ? അല്ല, മക്കളും സിനിമാക്കാരാണോ? ഓ, സ്വാമിക്ക് സിനിമയൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ. അതേ സ്വാമിയുടെ ഹീറോസായി ഇവരൊക്കെ. ഇവരൊക്കെ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിലേ സ്വാമി ഇവരെ വെച്ചൊരു സിനിമ തന്നെ അങ്ങ് ചെയ്തേനെ. അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ ഒരു നല്ല കഥ ഉണ്ടാവുന്ന കേൾക്കാം. കഥയൊന്നും കേൾക്കണ്ട. അയ്യോ, അതെന്താ സ്വാമിനാഥാ,
പിള്ളേർക്ക് എന്താ പൈസ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് എടുത്തു കൊടുത്തേക്ക്, കണക്കൊന്നും നോക്കണ്ട, സിനിമ പിടിക്കാനാ തോന്നുന്നു. മക്കളെ, സ്വാമിക്ക് ഈ സിനിമാ കഥയും കേൾക്കാനുള്ള സമയമില്ല. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, സ്വാമി കുറേ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ദിവസമാണെന്ന്. ഒരു സ്ഥലത്തൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നുണ്ട്, സ്വാമിക്ക് അവിടേക്ക് പോകണം. ഞങ്ങളും ഇങ്ങനെ ബ്ലഡ് ഡൊണേഷൻ ഞാൻ 2 വർഷം മുമ്പ് ബ്ലഡ് കൊടുത്തു. പിന്നെ 2 വർഷം മുന്നെയാണോ കൊടുത്തത്? എന്നാ അവിടെ കൊടുത്തോ? കൊടുക്കല്ലേ? കൊടുക്കാമല്ലോ. സ്വാമിനാഥ, ആ ഡൊണേഷന്റെ ഫോമും കൂടി ഇങ്ങ് എടുത്തോട്ടോ. കൊടുക്കല്ലേ? ഡൊണേഷൻ ഫോം ഒപ്പിട്ടോളൂ. വേറെ രോഗമൊന്നും ഇല്ലല്ലോ അല്ലേ? ഞങ്ങള് ഹെൽത്തി അല്ലേ? അതെ അതെ. പോവാ, ഫ്രൈഡേ ആണ്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും തിരുമേനിയെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ലേ? എന്ത് വർക്ക് പ്രശ്നം മിസ്റ്റർ സൈഡ്? ഒരു കാര്യം ചെയ്തോളൂ, ഈ പറഞ്ഞ പണിയൊന്നും സ്വയം ചെയ്യാൻ പറ്റില്ല. ഈ പണികൾ നിർത്തുക, എന്നിട്ട് വല്ല മറ്റ തിരുമേനി ക്ഷമിക്കണം. അങ്ങയുടെ ഒപ്പം ക്ഷമ എനിക്കില്ല എന്നറിയാലോ. ദേഷ്യം വന്നാ കാടിച്ചിട്ടുള്ള ഒരു ചെക്കായിട്ട് സ്വാമിനാഥൻ എന്നോട് വലിയ ഇഷ്ടാണ്, അതുകൊണ്ടാണ്. ആ സൈദേ, സുഖല്ലേ? ഭക്ഷണം കഴിച്ചോ? ഒപ്പിട്ടോ? സുഖല്ലേ സൈദേ? ചേട്ടൻ ശരിക്കും എന്തായിരുന്നു പരിപാടി? ഞാനൊരു എക്സ് അഖോരിയ. ഓ, അപ്പോ കോട്ടയൊക്കെ ഉണ്ടല്ലേ? ഈ തിരുമേനിയുടെ കൂടെ കുംഭമേളയ്ക്ക് പരിചയപ്പെട്ടതാ. കൂടെ പോരുന്നോന്ന് ചോദിച്ചു. പൂർവാശ്രമം ഉപേക്ഷിച്ച് ഇങ്ങോട്ട് പോകുന്നു. പരമസാത്വികനായ മനുഷ്യൻ. സൈദേ, ഈ ഭക്ഷണമൊക്കെ കഴിച്ച കള്ളം നായിന്റെ മോനെ. നിന്നോട് ഞാൻ പച്ച മലയാളത്തിൽ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിളിക്കരുത്. നീ ആരാണ്? നിന്നോട് ആവശ്യമുണ്ട് അങ്ങോട്ട് വിളിക്കാന്നല്ലേ പറഞ്ഞ്? എന്ത് എടാ, നിന്നോട് ഞാൻ പറഞ്ഞിട്ട് നീ മാർക്കറ്റിൽ പോയി ബ്രോയിലർ കോഴിന്റെ ലിവർ ചോദിക്കുന്ന പോലെ പറയരുത്. ഇത് മനുഷ്യന്റെ ലിവറിന്റെ കാര്യമല്ലേ? 2 എണ്ണം വന്നിട്ടുണ്ട്, ഞാനും സെറ്റ് ആക്കട്ടെ കേട്ടോ. അങ്ങോട്ട് വിളിക്കും. എന്തായി മെഞ്ഞാത്ത പാൻക്രിയാസ്? 25 ലക്ഷം അല്ലാണ്ട് തരാൻ പറ്റില്ല. 25 ലക്ഷം റൊക്കം ക്യാഷ് കേട്ടോ. അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. പൈസയൊക്കെ മാർക്കറ്റ് റേറ്റ് തന്നെ. ഇത് ഇന്ത്യയിൽ മൊത്തം ഒരു റേറ്റ് തന്നെയാണ്. ഗുരുദാതയില്ല? ഏത് ദാദാ? നമ്മുടെ നെറ്റിയിൽ കോയിലൊക്കെ വെക്കുന്ന ഗുരുദാത. അയാളുമായിട്ട് തിരുമേനി അത്ര രസത്തിലല്ല. അത് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സംസാരിച്ച് തീർക്കാൻ. ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, അത് സംസാരിച്ച് തീർക്കുന്ന കാര്യം ഇപ്പൊ പറഞ്ഞോളൂ. എടാ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഈ പടം നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചത് മനസ്സിലായി. സ്വാമിയെ കാത്തുനിന്ന് മുഷിഞ്ഞു മക്കളല്ലേ? സ്വാമിക്ക് ഒരു കോള് വന്നതായിരുന്നു. എന്താ സ്വാമി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിക്കട്ടെ തിരുമേനി? അയ്യോ, ഇന്ന് സ്വാമിയുടെ കൂടെ നിൽക്കാം. അയ്യോ, അത് പറ്റില്ല. ഇത് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. എടാ, ഒരു മീറ്റിംഗ്, മറ്റേ മീറ്റിംഗ്. നീ മനസ്സിലായി സ്വാമിക്ക് മനസ്സിലായി. മദ്യപാനം അല്ലേ? ഞങ്ങള് മദ്യപാനം ഇല്ല. ഉണ്ട്. ഇന്ന് ഞങ്ങള് കൂടുന്ന ദിവസം സ്വാമി ഉള്ള പറയാനുള്ളത്. ഞങ്ങൾ ഡെയിലി നല്ല അടിയാണ്, അടിച്ചടിച്ച് കാരണം കംപ്ലീറ്റ് പോയിരിക്കുകയാണ്. ഞാൻ മദ്യം കൈകൊണ്ട് തൊടാറില്ല സ്വാമി. അങ്ങനെയല്ല, നമ്മുടെ കള്ളം പറയില്ലേ, ഞങ്ങൾ ഡെയിലി അങ്ങനെയൊന്നും കഴിക്കരുത് മദ്യമില്ല, കഴിക്കരുത്. പക്ഷെ ഞങ്ങൾ ഡെയിലി അടിയായി പോയി. എന്താ ചെയ്യാൻ, കംപ്ലീറ്റ് പോയി സ്വാമി. എന്റെ കരളിന് ഒരു പ്രശ്നം, ഞാൻ മദ്യപിക്കാറേ ഇല്ല. അതാണ് വേണ്ട. ഷിബു, ഞാനൊരു സത്യം പറയട്ടെ. അനുദിനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാരോഗത്തിലൂടെയാണ് എന്റെ ലിവർ കംപ്ലീറ്റ് പോയടാ. ഹെപ്പറ്റോമിയാണ് എനിക്ക്, ഹെപ്പറ്റോമി. ബെന്നി, നീ ഇത്രയും കാലം എന്നിൽ നിന്ന് ഇത് മറച്ചു വെച്ചു അല്ലേ? നിനക്ക് ഞാൻ എന്റെ കരള് തരുവാ. ഈ ഷിബുവിന്റെ കരള് ബെന്നിക്കുള്ളതാടാ, ബെന്നിക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആശുപത്രി ചെലവ് ഈ സ്വാമി എടുക്കുവാടാ. വീണ്ടും വീണ്ടും ഇതുപോലെ കെണികൾ താണ്ടണം, ഊരും പേരും അറിയാതെ കഥകളാടണം.